മുഹമ്മദ് യൂനിസിന്റെ ഭരണത്തിൽ ബംഗ്ലാദേശ് അധപ്പതിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം ബംഗ്ലാദേശിന്റെ ഗതി എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ പരിതാപകരമാണ്. ബംഗ്ലാദേശ് ഇന്ത്യയോട് 50,000 ടൺ അരിയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾ കൂട്ടമരണത്തിലേക്ക് പോകാൻ പോവുകയാണ്, ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ച. അതിനിടയിൽ ബംഗ്ലാദേശിനെ അറാക്കൻ ആർമി എന്ന് പറയുന്ന മ്യാൻമറിലെ ദേരാ ബുദ്ധ മതത്തിൽപ്പെട്ട ആർമി ആക്രമിക്കുന്നു. ഇതിന്റെ പിറകിൽ ഇന്ത്യയാണ് എന്ന് പറയുന്നു. കാരണം അറാക്കൻ ആർമിക്ക് അവിടെ പ്രളയം ഉണ്ടായ സമയത്ത് ഇന്ത്യ വലിയ രീതിയിൽ സഹായം ചെയ്തിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് അറാക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടത്. അങ്ങനെ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അത്ര നല്ല രസകരമായിട്ടുള്ള വാർത്തയൊന്നുമല്ല. ഇന്ത്യയിലുമായി ഉടക്കി നിൽക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിൽ നിന്നും പല കാര്യങ്ങളും ഇറക്കുമതി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിന് യൂനിസ് കയറിയ ശേഷം അവരുടെ സമ്പദ്ഘടനയിൽ 2 ലക്ഷം കോടി രൂപയുടെ ഇടിവ് സംഭവിച്ചു എന്നാണ്, അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. നമുക്കറിയാം ബംഗ്ലാദേശ് യൂനിസ് കയറിയപ്പോഴും നമ്മുടെ ഷെയ്ഖ് ഹസീന ഇറങ്ങിയപ്പോഴും അവിടെ 17% അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടായത്. അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടായ ബംഗ്ലാദേശിന്റെ കച്ചവടം പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിൽ എല്ലാ രീതിയിലുള്ള കച്ചവട വ്യവസായ സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ പെർ ക്യാപിറ്റ ഇൻകത്തിലും വലിയ രീതിയിലുള്ള ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അവരുടെ ആളോഹരി വരുമാനം ഇതിൽ വലിയ രീതിയിലുള്ളൊരു തകർച്ച സംഭവിച്ചിരിക്കുന്നു. കുതിച്ചുയരുന്ന പണപ്പെരുപ്പമാണ് ബംഗ്ലാദേശ് നേരിടുന്ന ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ നിന്നുള്ള പല മന്ത്രിമാരും ഇന്ത്യക്കെതിരെ ആയുധമെടുക്കണം, ഇന്ത്യക്കെതിരെ പോരാടണം, ഇന്ത്യയുടെ ആ സംസ്ഥാനം പിടിച്ചടക്കണം, ഈ സംസ്ഥാനം പിടിച്ചടക്കണം എന്നിങ്ങനെ രീതിയിലുള്ള വലിയ പ്രസ്താവനകളൊക്കെ ഇതിനിടയിലും ഇറക്കുന്നുണ്ട്. എന്നാൽ വയറ്റിലേക്ക് വെള്ളം ഒഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ് ബംഗ്ലാദേശ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയുടെ 94% ഇന്ത്യയുമായാണ് ബംഗ്ലാദേശ് പങ്കിടുന്നത്. ഈ അതിർത്തി വഴി തന്നെ ധാരാളം കച്ചവടങ്ങൾ ബംഗ്ലാദേശിന് നടന്നുകൊണ്ടേയിരുന്നു. ധാരാളം മേളകളിൽ, അതായത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന വലിയ വലിയ മേളകളിലടക്കം ഇപ്പോഴാ സീസണാണ്, ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വന്ന് കച്ചവടം നടത്തി തിരിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മമതാ ബാനർജി അതിനെ അനുവദിച്ചില്ല. ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ബംഗ്ലാദേശിന് എന്ന് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായിരുന്നാലും ഇന്ത്യയുടെ മൊത്തം കോട്ടൺ, അതായത് ഈ കോട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നുമാണ് ബംഗ്ലാദേശിന് കൊടുക്കുന്നത്. ആ കോട്ടൺ ബംഗ്ലാദേശിൽ എത്തുമ്പോൾ അവർ അത് തുണിത്തരമാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യും. വളരെ വില കുറഞ്ഞ രീതിയിലാണ് ബംഗ്ലാദേശ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പരസ്പര സഹായത്തോടു കൂടിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് 35% ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ബംഗ്ലാദേശിന്റെ ബാക്ക് ബോൺ അഥവാ ബംഗ്ലാദേശിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരുന്നു, അവരുടെ വസ്ത്ര വ്യാപാര മേഖലയായിരുന്നു ബംഗ്ലാദേശിന്റെ നട്ടെൽ എന്ന് പറയുന്നത്. ആ നട്ടെല്ലാണ് ഇന്ത്യ അങ്ങോട്ടേക്ക് കോട്ടൺ കയറ്റി അയക്കാത്തതിനെ തുടർന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. കുറച്ച് സമയമെടുത്തായിരുന്നാലും ബംഗ്ലാദേശിന്റെ തകർച്ച ഇപ്പോൾ പൂർണ്ണമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിന്റെ അധപ്പതനം, ബംഗ്ലാദേശിന്റെ തകർച്ച ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിന് ഇനി കൈ നീട്ടാനായി അമേരിക്ക പോലുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. നേരത്തെ ജോ ബൈഡൻ അടക്കം പറഞ്ഞിരുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ബംഗ്ലാദേശിന്റെ യാതൊരുവിധ കാര്യത്തിനും ഇടപെടില്ല, ഹിന്ദുക്കൾക്കെതിരേക്ക് നിങ്ങൾ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. ഇത് കേട്ട് മുഹമ്മദ് യൂനിസ് വലിയ രീതിയിൽ അസ്വസ്ഥനാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തിയതും ഈ ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക തന്നെയാണ്, ഡീപ് സ്റ്റേറ്റ് ആണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഇപ്പോൾ ബൈഡൻ മാറി നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുന്നത് കൊണ്ട് തന്നെ ബംഗ്ലാദേശിന് പ്രതീക്ഷിക്കാൻ വലിയ വകയൊന്നുമില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിനെ കടുത്ത ശത്രുസ്ഥാനത്താണ് നിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ കൂട്ടത്തിലാണ് ബംഗ്ലാദേശിൽ പണപ്പെരുപ്പവും ആളോഹരി വരുമാനവും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളായി മാറുന്നത്. 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടവും ബംഗ്ലാദേശിന് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.